ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം, അരി അരയ്ക്കാതെ കപ്പി കാച്ചാതെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മളെ ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറ്, മട്ടേരിയുടെ ചോറാണ്, വെള്ളയരിയുടേതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവും ചോറും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തത് ഒരു ചെറിയ ബൗളായിപ്പോയി കേട്ടോ, കുഴപ്പമില്ല. അല്ല, ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറേശ്ശെ ചേർത്ത്, കുറേശ്ശെ വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങയും മാവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് മാവൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളകി വരണം, ഇളക്കി കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ടിങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു 5 മിനിറ്റോളം ഞാനിത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവിൻ്റെ പരുവം കണ്ടോ, 3 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മാവ് കുറേ അങ്ങ് പൊന്തി പോയി പുറത്ത്. പിന്നെ ഞാൻ അതിൻ്റെ താഴെ ഒരു പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെ, രാവിലെ ഞാനത് എടുത്തെല്ലാം വൃത്തിയാക്കി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ആദ്യത്തെ അപ്പത്തിനുള്ള മാവ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കാം. നമ്മൾ ചുറ്റിക്കുമ്പോൾ തന്നെ അറിയാം അപ്പം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, നല്ല റേന്ത പോലത്തെ അരികൊക്കെയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇളകി വരും കേട്ടോ. കണ്ടാലറിയാം എന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ബാക്കി അപ്പവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമുക്ക് അരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇടിയപ്പത്തിൻ്റെ മാവ് അല്ലെ പത്തിരിപ്പൊടിയുടെ മാവ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പം റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.